ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് മിസ്ബാൻ. സയൻസ് ടെക്കിലെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 4 ആയിട്ടുള്ള മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, മൂവിങ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ, കറണ്ട് സെൻസിറ്റിവിറ്റി, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം സയൻസ് ടെക്കിലെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നു എന്നുകൊണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. അതോടൊപ്പം സയൻസ് ടെക്കിന്റെ ഓൺലൈൻ ക്ലാസ്സിന്റെ ലൈവ് സെക്ഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈവ് സെക്ഷൻ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ +2 സയൻസുകാർക്കുള്ള ഗ്രൂപ്പ് ലിങ്കും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ലിങ്ക് വഴി നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ലൈവ് ക്ലാസ്സിന്റെ സെക്ഷനിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അതോടൊപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ +1 സ്റ്റുഡൻസിനുള്ള ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതിലേക്ക് വേണമെന്നുള്ളവരെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി +1 ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എക്സാമിന് മുന്നേ നിങ്ങൾ ടോപ്പിക്സുകളെല്ലാം തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ, മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ലൈവ് ക്ലാസ്സുകളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയും. എന്തിനാണ് ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ദി കറണ്ട് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. കറണ്ട് ഒരു സർക്യൂട്ടിനകത്തൂടെ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഗാൽവനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗാൽവനോമീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കറണ്ടിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള കറണ്ട് ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഈ ഗാൽവനോമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൽ ഫർദർ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ വോൾട്ട്മീറ്റർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അമ്മീറ്റർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഗാൽവനോമീറ്ററിന്റെ അമ്മീറ്റർ എന്ന് പറയുന്ന സെക്ഷൻ മുമ്പേ ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ കണക്ഷൻ എങ്ങനെയാ വരുന്നത്? ഗാൽവനോമീറ്റർ നമ്മൾ സർക്യൂട്ടില് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നതെന്ന് എൻട്രൻസിന്റെ സെക്ഷൻ ചോദിക്കുന്നു, എൻട്രൻസ് എക്സാമുകൾ ചോദിക്കുന്നുണ്ട്. എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് ദി കറണ്ട് ഓർ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അപ്പോൾ എന്താണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് ചോദിച്ചാൽ, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ദി ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. ഡയറക്ഷനും അതോടൊപ്പം ഇലക്ട്രിക് കറണ്ടിന്റെ പ്രസൻസിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെ പറയുന്ന പേരാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അവനെ സാധാരണ MCG എന്നാണ് പറയുന്നത്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഓർ MCG എന്നാണ് പറയുന്നത്. ഇത് സർക്യൂട്ടില് കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. അപ്പൊ എന്താണ് സീരീസ് എന്നായിരിക്കും അടുത്തൊരു ഡൗട്ട് വരുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ ഒരു ബൾബുണ്ട്. ആ ബൾബിന് സീരീസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഗാൽവനോമീറ്ററിനെ വരയ്ക്കുന്ന ഒരു സർക്കിൾ ഇടുക, അതിനകത്ത് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു G കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഓൾട്ടോമീറ്റർ ഉണ്ട്. ഓൾട്ടോമീറ്റർ ഇതുപോലെയാണ് ഓൾട്ടോമീറ്റർ ഇരിക്കുന്നത്. ഓൾട്ടോമീറ്റർ കണക്ട് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ് ഓൾട്ടോമീറ്റർ കണക്ട് ചെയ്യുന്നത്. ഓൾട്ടോമീറ്റർ ഈസ് കണക്റ്റഡ് ടു എ പാരലൽ. ഓൾട്ടോമീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. അമ്മീറ്റർ ഉണ്ട്. അമ്മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഒരു സർക്യൂട്ടിന്റെ സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഗാൽവനോമീറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. വോൾട്ട്മീറ്റർ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അമ്മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ,
ഇതൊരു ബൾബാണ് എങ്കിൽ ആ ബൾബിന് ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഒരു വോൾട്ടേജ് ഒക്കെ നമ്മൾ കൊടുത്തു, പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്. ഈ ബൾബ് എന്ത് ചെയ്യുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്, ഇത് സ്വിച്ച് ആണ്, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ബൾബ് പ്രകാശിച്ചു. അപ്പോൾ ഇവിടെ എത്രത്തോളം വോൾട്ടേജ് ഉണ്ട് എന്ന് കണക്ട് ചെയ്യണമെങ്കിൽ പാരലൽ ആയിട്ട് ഇതുപോലെ കണക്ട് ചെയ്യണം. അപ്പോൾ എന്തായി, വോൾട്ട്മീറ്റർ പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. അപ്പൊ നമുക്ക് സീരീസ് ആയിട്ടാണ് നമുക്ക് വേണം എന്നുണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം. ഈ സെയിം ഫിഗറിൽ നിന്നും വോൾട്ട്മീറ്ററിന് അവിടെ നിൽക്കട്ടെ, ഇതിൽ നിന്ന് ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ് വരുത്തുന്നത്. അതിന് വരുത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. അമ്മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സർക്യൂട്ട് തന്നെയാണ്. വോൾട്ട്മീറ്റർ എത്രത്തോളം വോൾട്ട് ഉണ്ടെന്നും എന്ത് ചെയ്യാൻ പറ്റും. അമ്മീറ്റർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ കറണ്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ജസ്റ്റ് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ എനിക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, ഒരു മൂവിംഗ് കോയിൽ ഗാൾവനോമീറ്റർ, കറണ്ടിന്റെ ഡയറക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു ഗാൾവനോമീറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗാൾവനോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ പ്രസൻസ് അറിയാനായിട്ട് സാധിക്കും, അതോടൊപ്പം തന്നെ ഡയറക്ഷൻ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ മൂവിംഗ് കോയിൽ ഗാൾവനോമീറ്ററിന്റെ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ അടുത്ത പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മൂവിംഗ് ഗാൾവനോമീറ്ററിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പെർമനന്റ് കോൺകേവ് ഷേപ്പുള്ള മാഗ്നറ്റ് ഉണ്ട്. അതാണ് കോൺകേവ് ഷേപ്പുള്ള മാഗ്നറ്റ് എന്ന് പറയുന്നത്. നോർത്ത് പോളും ഉണ്ട്, അതിനൊരു സൗത്ത് പോളും ഉണ്ട്. അപ്പൊ അതിനകത്തൊരു സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ടുണ്ട്. ആ സോഫ്റ്റ് അയൺ കോറിനകത്തേക്ക് കുറച്ച് കോയിലുകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പോയി ആ സോഫ്റ്റ് അയൺ കോറിന് കോയിലുകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മധ്യത്ത് ഒരു പിവറ്റ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിനകത്തേക്ക് ഞാൻ വെച്ചിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞാനൊരു പോയിന്റർ കണക്ട് ചെയ്യുന്നു. ആ പോയിന്റർ നേരെ ഞാൻ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു സ്കെയിലാണ്. നമ്മൾ റീഡിംഗ് ഒക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു സ്കെയിലിലേക്കാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ. മൂവിംഗ് കോയിൽ ഗാൾവനോമീറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇത്രയാണ് ഉള്ളത്. അപ്പം ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ഇത്. അപ്പം ഇവിടെ നിന്ന് ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇങ്ങോട്ടേക്ക് പോകുന്ന ലൈൻസ് നമുക്ക് എന്ത് വിളിക്കാം, റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അപ്പൊ ഈ എന്നും എസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. പെർമനന്റ് മാഗ്നറ്റ് ആണ് ഈ എന്നും എസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫിഗർ വരച്ചിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കണം, ജസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കണം. പെർമനന്റ് മാഗ്നറ്റ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോയിന്റർ ആണ്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഇതെന്താണ്, ഒരു പോയിന്റർ ആണ്. ഈ സ്കെയിലിന്റെ ഡയറക്ഷൻ, അതായത് കറണ്ട് ഉണ്ടെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്കറിയാനും അതോടൊപ്പം തന്നെ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ പ്രസൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആരെ ഉപയോഗിക്കുന്നത്, ഈ ഒരു പോയിന്ററിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതെന്താണ്, ഒരു കോയിലാണ്, റെക്ടാങ്കുലർ കോയിൽ എന്ന് എഴുതാം. അതോടൊപ്പം ഇതിനകത്ത് എന്തുണ്ട്, ഒരു പിവറ്റ് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മൂവിംഗ് കോയിൽ ഗാൾവനോമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൺസ്ട്രക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ നമ്മൾ ഉറപ്പായിട്ട് വരയ്ക്കണം. ഈ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. അപ്പൊ എന്താ എഴുതുന്നത്, നമുക്ക് ഇതിനൊരു സ്കെയിൽ ഉണ്ട്. അപ്പൊ ആ ഒരു സ്കെയിലിന്റെ കാര്യം പറഞ്ഞു, ഒരു പോയിന്റർ ഉണ്ട്. അതിനെന്തൊക്കെയുള്ള ബാക്കി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റുകളുണ്ട്. എന്നും എസും എന്ന് എഴുതിയിരിക്കുന്ന കോൺകേവ് ഷേപ്ഡ് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. ഏത് ഷേപ്പിലാണ്, കോൺകേവ് ഷേപ്പ് ആയിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. അതോടൊപ്പം എന്താണ്, അതിനകത്തൊരു റെക്ടാങ്കിൾ, ഒരു കോയിൽ അതിനകത്ത് ചുറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തുണ്ട്, സോഫ്റ്റ് അയൺ കോറും ഉണ്ട്. കോയിലുണ്ട്, അതോടൊപ്പം ഇതെന്താ കോയിൽ, അതോടൊപ്പം എന്തുണ്ട്, സോഫ്റ്റ് അയൺ കോറും ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഉള്ളിൽ ആദ്യം വെച്ചിരിക്കുന്നത് എന്താണ്, സോഫ്റ്റ് അയൺ കോറും അതിനകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫിഗർ, ഡ്രോ ദ ഫിഗർ ഓഫ് മൂവിംഗ് ഗാൾവനോമീറ്റർ എന്ന് ചോദിച്ചാൽ ഈ ഒരു ഫിഗറും അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എഴുതിയാൽ തന്നെ നമുക്ക് 3 മാർക്കിന്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് മൂവിംഗ് കോയിൽ ഗാൾവനോമീറ്റർ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് എന്തിലുള്ളത്, നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. മൂവിംഗ് കോയിൽ ഗാൾവനോമീറ്ററിന്റെ
കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇതിന്റെ ഇക്വേഷൻ എന്ത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് കൊണ്ട് എന്തുണ്ട്, ഒരു ബി എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ട്. ഒരുപാട് ടേൺസ് ഉള്ളത് കൊണ്ട് നമ്പർ ഓഫ് ടേൺസ് n അതിലുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്? കറണ്ടിന്റെ പ്രസൻസിന് വേണ്ടിയല്ലേ. അപ്പൊ അവിടെ നമുക്ക് ഏത് അക്ഷരം എഴുതാനായിട്ട് സാധിക്കും? ഐ എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ എത്രത്തോളം സോഫ്റ്റ് ആൻഡ് കോർ ഉണ്ട്, അതിന് ഏരിയയും ഉണ്ട്. അപ്പൊ ആ ഏരിയ ഡിപ്പെൻഡ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? എയും എഴുതി. നോക്കിക്കേ, ഇതിൽ നിന്ന് വന്ന അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് എഴുതാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ഏതക്ഷരമാണ്? ബി ആണ്. ഇതിന് നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ആ ടേൺസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാൻ എഴുതിയിരിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് n ആണ്. ഇതിനകത്തൂടെ ഒരു കറണ്ടിന്റെ ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. ആ കറണ്ടിന്റെ ഫ്ലോയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്? ഐ എന്ന് പറയുന്ന അക്ഷരം എഴുതിയിട്ടുണ്ട്, കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ. അടുത്ത ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്? ഒരു എ എന്ന് പറയുന്ന ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അല്ല, കറണ്ടിന്റെ യൂണിറ്റ് എ അല്ല. ഇതിന്റെ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നമ്മൾ ഒരു സർക്യൂട്ടിനകത്ത് ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? എ എഴുതിയിട്ടുണ്ട്. എത്രത്തോളം ഏരിയ ആണോ ഇതിൽ വരുന്നത്, ആ ഒരു ഏരിയ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ആരെഴുതിയിരിക്കുന്നത്? എ എന്ന് പറയുന്ന ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇതിൽ നിന്നും ബേസിക് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കേസില് ടോർക്ക് മാക്സിമം ആകുമ്പോൾ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കും. അബിൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് ഞാൻ എന്ത് എഴുതിയിരിക്കുന്നത്. അപ്പം ഏരിയയും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും നമ്പർ ഓഫ് ടേൺസിനും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അറിയാവുന്ന ഒരു പേര് കണക്ക് അബിൻ എന്ന് പറയുന്ന ഒരു പേര് കണക്കുള്ള എഴുതി. അടുത്ത് എന്താണ് അടുത്തത്? ടോർക്ക് റീസ്റ്റോറിംഗ് ആകുമ്പോഴേക്കും എന്താണ്? സി തീറ്റ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പം ടോർക്ക് റീസ്റ്റോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് റീസ്റ്റോറിംഗ്, എന്താണ് സി ആണ്, എന്താണ് തീറ്റ എന്നുള്ളതും പറഞ്ഞു തരാം. സി എന്ന് പറഞ്ഞാല് റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ട്വിസ്റ്റ്. ജസ്റ്റ് ഒന്ന് എന്താണ് തിരിയുന്നതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്? സി എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് തീറ്റ എന്ന് പറയാം. അറ്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? തീറ്റ എന്ന് പറയുന്നത്. അപ്പം ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് ട്വിസ്റ്റിനെ എന്ത് പറയുന്നുണ്ട്? തീറ്റ എന്ന് പറയുന്നു. കപ്പിൾ പെർ ട്വിസ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? സി എന്നും പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? റീ അറേഞ്ച് ചെയ്ത് എടുക്കുകയാണ്. ജസ്റ്റ് ഇതൊന്ന് മായ്ക്കുന്നു. റീ അറേഞ്ച് ചെയ്ത് എടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് എഴുതാം? ടോർക്ക് റീസ്റ്റോറിംഗ് is equal to ടോർക്ക് മാക്സിമം എന്ന് എഴുതിയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ രണ്ടിന്റെ വാല്യൂസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സി തീറ്റ is equal to അബിൻ എന്ന് ഞാൻ എന്ത് ചെയ്തു? എഴുതി. അപ്പൊ എന്ത് ചെയ്യാൻ എനിക്ക് അതിൽ നിന്ന് തീറ്റ is equal to എ ബി എൻ ഡിവൈഡഡ് ബൈ സി എന്ന് എഴുതി. അപ്പൊ ഈ എ ബി എൻ ബൈ സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു കോൺസ്റ്റന്റ് എഴുതി. ഇനി അടുത്ത ആരുണ്ട്? ഒരു കറണ്ടും ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ എ ബി എൻ ബൈ സി എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? തീറ്റ is equal to കെ ഐ എന്ന് കൊടുത്തു. ഇപ്പൊ നോക്കിക്കേ, ഈ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റിനെയാണ് കെ എന്ന് പറയുന്നത്. തീറ്റ is equal to കെ ഇൻറ്റു ഐ. കെ എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാൻ എനിക്ക് ഒന്ന് കെ ഈസ് ദ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? തീറ്റ is equal to കെ ഐ എന്ന് എഴുതിയിട്ടുണ്ട്. കെ എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ആണ്. ഐ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സർക്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുകയും അതോ കൂടെ കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കി അതിനകത്തുള്ളത് എന്താണ്? ഏരിയയും അതോടൊപ്പം തന്നെ മാഗ്നറ്റിക് ഫീൽഡ്, നമ്പർ ഓഫ് ടേൺസും കപ്പിൾ പെർ ട്വിസ്റ്റ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ട് ഇക്വേഷൻ. നമുക്ക് ഇതിനൊരു വേറൊരു രീതിയിലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പം എക്സാമിന്
എക്സാം വ്യൂവിൽ നമുക്ക് ഇതിന് പറയാനായിട്ട് പറ്റും. നോക്കിക്കേ, ഇതിന്റെ ഡെറൈവ്ഡ് എക്സ്പ്രഷൻ ഫോർ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ഒരു തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിറൈവ്ഡ് എക്സ്പ്രഷൻ ഫോർ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കെ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കെ ഇസ് ദ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. അപ്പൊ ഒന്നും കൂടെ ഇതിന്റെ ഒരു ഇക്വേഷൻസ് പറയാം. ടോർക്ക് മാക്സിമം ആവുമ്പോൾ എന്താണ് പറയുന്നത്? അബിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ടോർക്ക് റീസ്റ്റോറിംഗ് ആകുമ്പോൾ സി തീറ്റ എന്നാണ് എഴുതുന്നത്. അപ്പൊ എന്താണ് സി എന്ന് ടോർക്ക് റീസ്റ്റോറിംഗ് ആകുമ്പോഴേക്കും സി തീറ്റ എന്നാണ് എഴുതിയിരിക്കുന്നത്. സി എന്ന് പറഞ്ഞാല് കപ്പിൾ പെർ ട്വിസ്റ്റിനെയാണ് സി എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ട്വിസ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? തീറ്റ എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് ഇക്വേഷനെയും കൂടെ ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. സി തീറ്റ ഇസ് ഈക്വൽ ടു അബിൻ എന്ന് എഴുതി. അതിൽ നിന്ന് തീറ്റ ഇസ് ഈക്വൽ ടു എ ബി എൻ ബൈ സി ഇൻറ്റു ഐ. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? എ ബി എൻ ബൈ സി എന്ന് പറയുന്നത് ഒരു ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ആണ്. ആ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് എന്ത് എന്ന് ഞാൻ എഴുതി. അതോടൊപ്പം തന്നെ തീറ്റ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഐ. അപ്പോൾ എന്തിന്റെ എന്തിന്റെ ഡെറിവേഷൻ ആയ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ത് എന്നാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കാം. വർക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു ഡെറിവേഷനും കൂടെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. മെയിനായിട്ട് എക്സാമിന് ഇപ്പോൾ കണ്ടുവരുന്നത് എക്സ്പ്രഷൻ ഫോർ മൂവിംഗ് കോയിൽ കോൺസ്റ്റന്റ്, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് എന്ത് എന്നാണ് എക്സാമിന് ചോദിച്ചു വരുന്നത്. ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ? ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു സർക്യൂട്ട് ഉണ്ട്. ആ ഒരു സർക്യൂട്ട് ഇവിടെ എന്താണ്? ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസിനെ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഒരു വോൾട്ടേജ്, അതിനൊരു കറണ്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവഴി പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ ആണ് ഇതുവഴി പോകുന്ന കറണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കറണ്ട് എന്തായി മാറും? ഐ ജി ആയി. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഐ ആയിരുന്നു. ഇങ്ങോട്ടേക്ക് പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഐ ജി ആണ്. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐ മൈനസ് ഐ ജി എന്നാണ്. നോക്കിക്കേ, ടോട്ടൽ എന്തുണ്ടായിരുന്നു? നമുക്ക് കറണ്ട് ഐ ഉണ്ടായിരുന്നു. ആ കറണ്ടിൽ നിന്നും ഗാൽവനോമീറ്ററിന് കിട്ടിയ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഐ ജി ആണ്, കറണ്ട് ഓഫ് ഗാൽവനോമീറ്റർ. അപ്പൊ ഇങ്ങോട്ടേക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്? ഷണ്ട് റെസിസ്റ്റൻസ്. പാരലിന്റെ മറ്റൊരു പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു കറണ്ട് പോകുന്നുണ്ട്. ആ കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ മൈനസ് ഐ ജി എന്നാണ്. ഈ ഐ മൈനസ് ഐ ജി എങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഐ മൈനസ് ഐ ജി എഴുതി എന്നൊരു ഡൗട്ട് വരാം. മൊത്തം നമുക്ക് എന്തുണ്ടായിരുന്നു? ഒരു 10 കറണ്ട് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ വന്നപ്പോഴേക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ പാരലിന്റെ കേസിൽ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ വോൾട്ടേജും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതോടൊപ്പം തന്നെ പാരലിന്റെ കേസിൽ എന്താ വരുന്നത്? കറണ്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിന്റിൽ വന്നിട്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ വന്നിട്ട് ഇങ്ങോട്ടേക്ക് പോയ കറണ്ടിന്റെ പേര് എന്ത് വിളിച്ചു? ഞാൻ ഐ ജി എന്ന് വിളിച്ചു. ഇങ്ങോട്ടേക്ക് പോയ കറണ്ടിന് ഐ മൈനസ് ഐ ജി എന്ന് വിളിച്ചു. മൊത്തത്തിൽ എത്ര കറണ്ട് ഉണ്ടായിരുന്നു? 10 കറണ്ട് എൻ്റെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് പോയ കറണ്ട് എന്ന് പറയുന്നത് 6 ആണ്. അപ്പം ഇങ്ങോട്ടേക്ക് എത്ര കറണ്ട് ആയിരിക്കും പോകുന്നത്? 4 കറണ്ട് പോകുന്നു. എങ്ങനെയാ എനിക്ക് കിട്ടിയത്? 10 മൈനസ് 6 എന്ന് എഴുതി. അതുകൊണ്ടാണ് ഐ മൈനസ് ഐ ജി എന്ന് പറയുന്നത്. പലർക്കും ഡൗട്ട് വരുന്ന ഒരു സെക്ഷനാണ്. സാർ ഐ മൈനസ് ഐ ജി എന്ത് എന്നുള്ളതിനെ പറ്റി ചോദിക്കാറുണ്ട്. ഈ ഒരു ഇക്വേഷൻ അവസാനം ഡിറൈവ് ചെയ്യുമ്പോൾ ഈ ഐ മൈനസ് ഐ ജി എവിടെ നിന്ന് വന്നു സാർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കേസ് ഇപ്പോഴേ പറഞ്ഞു തന്നത്. ഓക്കെ ആണ്, ഇത് ചുമ്മാതെ പറഞ്ഞതാണ് കേട്ടോ, ഈ 10ന്റെ കേസൊക്കെ. അപ്പം ഇവിടുത്തെ വോൾട്ടേജും പാരലൽ ആയതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തെയും വോൾട്ടേജ് എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തുകൊണ്ട്
ഐ ജി ഇൻറ്റു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഐ ജി ഇൻറ്റു ജി എഴുതി. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, ഐ മൈനസ് ഐ ജി ഇൻറ്റു എന്ത് എഴുതി, ഒരു എസും കൂടെ എഴുതി. ഓക്കെ ആണല്ലോ. ഇവിടെ എന്താ ഉള്ളത്, ഇവിടുത്തെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പൊ എന്താ ഐ ജി ഇൻറ്റു ജി എന്തിനാ എഴുതി എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മളെ ഓംസ് ലോ നമുക്ക് അറിയാം. ഓംസ് ലോ എങ്ങനെയല്ലേ, മോള് വി വരുന്നുണ്ട്, താഴോട്ട് എന്ത് ഐയും ആറും വരുന്നുണ്ട്. എന്താ വോൾട്ടേജ് സെയിം ആണ് ആർക്കുള്ളത്, പാരലൽ സർക്യൂട്ടിന്റെ വോൾട്ടേജ് സെയിം ആയിരിക്കും. കറണ്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക ഐ ഇൻറ്റു ആർ ആണ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. അതെന്ത് ചെയ്ത് ഐ ആർ, അതാണ് ഐ ജി ഇൻറ്റു ജി. ഇവിടുത്തെ വോൾട്ടേജും സെയിം ആയതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ റെസിസ്റ്റൻസും അതോടൊപ്പം ഇവിടുത്തെ കറണ്ടും കൂടെ ഞാൻ എടുക്കുന്നു. ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് ആണ് എടുത്തത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഇനി എനിക്ക് ഇവിടെ ഈ എസിനെ അവിടെ നിർത്തണം. ഈ എസ് ആണ് ഷണ്ട് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എസ് ഈസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി എന്ന് എഴുതാനായിട്ട് സാധിക്കും. നോക്കിക്കേ, അപ്പം ഇക്വേഷൻ എന്താണ്, എസ് ഈസ് ഈക്വൽ ടു ഐ ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി എന്ന് പറയും. ഇത്ര മാത്രമേ നമുക്ക് എന്തിൽ പഠിക്കാനായിട്ടുള്ളൂ, ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഐ ജി എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ ഗാൽവനോമീറ്റർ ആണ് ഐ ജി എന്ന് പറയുന്നത്. ജി എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ്. ഐ മൈനസ് ഐ ജി വന്നത് കണ്ടോ, ഇങ്ങോട്ടേക്ക് ഈ ഒരു സർക്യൂട്ടിന്റെ ഇങ്ങോട്ടേക്ക് കറണ്ടിന്റെ ഫ്ലോ വന്നപ്പോഴാണ് ഐ മൈനസ് ഐ ജി എന്ന് എഴുതിയത്. അതോടൊപ്പം എന്താണ്, ഷണ്ട് റെസിസ്റ്റൻസ് സ്മാൾ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെ എസ് എഴുതി. ആ എസിനെയാണ് ഞാൻ എന്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഷണ്ട് റെസിസ്റ്റൻസിന്റെ ആ ഒരു എസ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററിൽ വരുന്നത്. അതിന്റെ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. ഇതാണ് ഏതിൽ പഠിക്കാനുള്ളത്, ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ ആണ്. നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ ആണ്. ഇവിടെ ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ ഒരു കറണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഗാൽവനോമീറ്ററിലേക്കാണ് പോകുന്നത്. അതാണ് ജി എഴുതി. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഹൈ വോൾട്ടേജിന്റെ കേസിലുള്ള റെസിസ്റ്റൻസ്. അവിടെ ഞാൻ എന്ത് എഴുതി, ആർ എഴുതി. ഇവിടേക്ക് പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഗാൽവനോമീറ്ററിന് കിട്ടുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ജി ഇൻറ്റു ജി ആണ്. ഇവിടെ റെസിസ്റ്റൻസിന് ഒരു കറണ്ട് പോകുന്നില്ലേ, അതെന്ന് പറഞ്ഞാൽ ഐ ജി ഇൻറ്റു ആർ ആണ് അവിടെ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ കേസ് എന്താണ്, സീരീസ് ആണ് എങ്കിൽ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് ആയിരിക്കത്തില്ല ആർക്ക് കിട്ടുന്നത്, ഇവിടെ കിട്ടുന്നത്. അപ്പൊ അവിടെ ഒരു ഇക്വേഷൻ എഴുതാം നമുക്ക്, V is equal to എന്തെന്ന് എഴുതാം, ഐ ജി ഇൻറ്റു ജി പ്ലസ് ഐ ജി ഇൻറ്റു ആർ. എനിക്ക് വേണ്ടത് ഐ ജി ഇൻറ്റു ആർ ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, ഐ ജി ഇൻറ്റു ആർ സീക്വൽ ടു എന്ത് ചെയ്യാം നമുക്ക്, ഇതങ്ങ് ഈക്വൽ ടു വി ഇവിടെ ഉണ്ട്, വി മൈനസ് ഐ ജി ഇൻറ്റു ജി വന്നു. ഓക്കെ, എന്താ വേണ്ടത് എനിക്ക്, ഐ ജി ഇൻറ്റു ആറിനെയാണ്, ഈ ഒരു ആറിനെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്തിരിക്കുന്നത്, കറക്റ്റ് ഇവിടെ ഐ ജി ഇൻറ്റു ആർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഐ ജി ഇൻറ്റു ജിയും ഉണ്ട്. ഗാൽവനോമീറ്ററിന്റെ കറണ്ടും ഉണ്ട്, ആ റെസിസ്റ്റൻസിന്റെ കറണ്ടും ഉണ്ട്. ഓക്കെ, അതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തുകൊണ്ട് ഈ ഒരു ഇക്വേഷനെ അവിടെ ഞാൻ നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷൻ ഞാൻ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവന്നു. അതാണ് വി മൈനസ് ഐ ജി ഇൻറ്റു ജി ആയത്. അപ്പൊ ഇനി അടുത്ത് എനിക്ക് എന്ത് ചെയ്യാം, അവിടെ ആറിന് ചെയ്ത് ആർ ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താം, ഐ ജി എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് ഇതിൽ ഈ ഐ ജി നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. നോക്കിക്കേ, ആർ ഇസ് ഈക്വൽ ടു ഈ ഒരു ഐ ജി കൊണ്ട് എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ഇവിടെ എന്ത് കിട്ടും, വി ബൈ ഐ ജി
മൈനസ് ജി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇതെങ്ങനെയാ കിട്ടിയത്? ഐ ജി കൊണ്ട് എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷനെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യണം. അപ്പം വി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? വി ബൈ ഐ ജി കിട്ടി. ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ ജി എന്ന് പറഞ്ഞാൽ ഐ ജിയും എന്തായി പോകുന്നുണ്ട്? ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ജി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യും? ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഗാൽവനോമീറ്ററിന്റെ വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യം എന്ന് പറയും. നോക്കാം, നമുക്ക് ഈ ഒരു വേണമെന്ന് ജസ്റ്റ് എന്ത് വോൾട്ട്മീറ്റർ ഒരു റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒരു പാരലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാനായിട്ട് പറ്റും. വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യും? വി ഇസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി പ്ലസ് ഐ ജി ഇൻറ്റു ആർ എഴുതിയത്. ഇവിടെ കിട്ടിയ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തത്തിൽ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. ഇവിടെ നിന്ന് വന്ന കറണ്ട് ഐ ആണ് എങ്കിൽ ഇങ്ങോട്ടേക്ക് മാറിയപ്പോഴേക്കും എന്തായി? ഐ ജി ആണ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഐ ജി ഇൻറ്റു ജി ഇവിടെ കിട്ടിയത്, ഐ ജി ഇൻറ്റു ആർ ഇവിടെ കിട്ടി. അപ്പം വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആർ ആണ്. അതാണ് വി ഇസ് ഈക്വൽ ഐ ജി ഇൻറ്റു ജി പ്ലസ് ഐ ജി ഇൻറ്റു ആർ എഴുതി. എനിക്ക് അതിൽ നിന്ന് എന്ത് വേണം? ഐ ജി ഇൻറ്റു ആറിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഐ ജി ഇൻറ്റു ജി എന്ത് ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവന്നു. വി മൈനസ് ഐ ജി ഇൻറ്റു ജി എന്ന് എനിക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അവിടെ ആർ ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ ജി. ഐ ജി കൊണ്ട് എന്ത് ചെയ്യണം? എനിക്ക് മുകളിലത്തെ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഡിവൈഡ് ചെയ്തു വി ബൈ ഐ ജി. ഇവിടെ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ ജി എന്നുള്ളതിൽ ഐ ജി ക്യാൻസൽ ആവുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ജി എന്ന ഇക്വേഷൻ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനായിട്ടുള്ളത്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. കറണ്ട് സെൻസിറ്റിവിറ്റിയാണ്. ഗാൽവനോമീറ്ററിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റിയാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്താണ് കറണ്ട് സെൻസിറ്റിവിറ്റി? ഗാൽവനോമീറ്ററിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ MCG മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റി എന്നുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? തീറ്റ ഇസ് ഈക്വൽ ടു ABN by C ഇൻറ്റു ഐ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഐ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്തായി? തീറ്റ ഡിവൈഡഡ് ബൈ ഐ ഇസ് ഈക്വൽ ടു ABN by C എന്ന് കിട്ടും. ഇതാണ് കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ബൈ ഐ ഇസ് ഈക്വൽ ടു ABN by C ആണ്. ഇതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ഗാൽവനോമീറ്ററിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ABN by C ആണ് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എൻട്രൻസിൽ ചോദിച്ചിട്ടുണ്ട്. കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? കറണ്ട് MCG മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? തീറ്റ വന്നത് കൊണ്ട് റേഡിയൻ പെർ കറണ്ട് വന്നത് കൊണ്ട് ആംബിയർ. എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? റേഡിയൻ പെർ ആംബിയർ ആണ് കറണ്ട് ഗാൽവനോമീറ്ററിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് സാധാരണ ഒരു എക്സാമിന് ചോദിക്കും, അല്ല എങ്കിൽ ഉറപ്പായിട്ട് എന്തിന് ചോദിക്കുന്നുണ്ട്? എൻട്രൻസിനും ചോദിക്കുന്നുണ്ട്. നോക്കിക്ക് അടുത്തത് രണ്ടാമതൊരു എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഐഡിയൽ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നോക്കിക്കേ, ഐഡിയൽ ഗാൽവനോമീറ്റർ, ഐഡിയൽ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തവണ എക്സാമിന് ചോദിച്ച സെക്ഷൻ ആണ്. അപ്പോൾ നോക്കിക്കേ, കറണ്ട് സെൻസിറ്റിവിറ്റി ഇതാണ്. കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ ABN by C എന്ന് പറയുന്നത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ആണ്. ആ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റിന്റെ അല്ലെങ്കിൽ കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ ആംബിയർ ആണ്. റേഡിയൻ ആംബിയർ വന്ന് നോക്കിക്കേ, തീറ്റ വന്നതുകൊണ്ട് റേഡിയൻ ഡിവൈഡഡ് ബൈ ഐ ആംബിയർ. അടുത്ത് നോക്കാം, നമുക്ക് ഒരു ഐഡിയൽ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ള ആ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു ഇംപ്രൂവ് ഓർ ഇൻക്രീസ്
കറണ്ട് സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം? അപ്പൊ നോക്കാം നമുക്ക്. തീറ്റ ബൈ ഐ ഇസ് ഈക്വൽ ടു ABN/C ആണ്. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്നും പറഞ്ഞു തരാം. അപ്പൊ എങ്ങനെയൊക്കെയാണ് കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടുക എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യണം? കൂട്ടണം. 2, മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യണം? കൂട്ടണം. നമ്പർ ഓഫ് ടേൺസ് കൂട്ടണം. ആംഗിൾ പെർ ട്വിസ്റ്റ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. നോക്കിക്കേ, ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. 2, മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുക. 3, എന്താണ് ചെയ്യാനുള്ളത്? നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യുക. എന്താ ഡിക്രീസ് ചെയ്യേണ്ടത്? ആംഗിൾ പെർ ട്വിസ്റ്റ് സി എന്ത് ചെയ്യുക? ഡിക്രീസ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഹൗ ടു ഇൻക്രീസ് ഓർ ഇംപ്രൂവ് കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻ ഗാൽവനോമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 4 പോയിന്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതിയാവും. കപ്പിൾ പെർ ട്വിസ്റ്റ്, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ ആണ് നമ്മൾ എന്തിൽ പഠിക്കാനുള്ളത്? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ കറണ്ട് സെൻസിറ്റിവിറ്റിയിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനകത്ത് സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സോഫ്റ്റ് അയൺ കോറിന് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ സോഫ്റ്റ് അയൺ കോർ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? പെർമിയബിലിറ്റി എന്താണ്? കൂടുതലാണ്. ആർക്ക്? സോഫ്റ്റ് അയൺ കോറിൽ. സോഫ്റ്റ് അയൺ കോറിൽ പെർമിയബിലിറ്റി കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആർക്ക് കൂടുതലായിരിക്കും? ഈ സോഫ്റ്റ് അയൺ കോറിന് കൂടുതലായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ മൂവിംഗ് കോയിലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ ഒരു 3 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കേസ് എന്തുകൊണ്ടാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററുകളിൽ നമ്മൾ സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യുന്നുള്ളത് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തിന്റെ ക്വസ്റ്റ്യൻ ആണ്? ഒരു 3 ക്വസ്റ്റ്യൻ പറഞ്ഞല്ല, എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയെല്ലാം ഹയർ സെക്കൻഡറിക്ക് സ്ഥിരമായിട്ട് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ നിന്ന് ഒരു സ്ഥിരം എല്ലാ തവണയും 4th ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. സയൻസ് ടെക്കിന്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ബാക്കിയുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾക്ക് ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ആ ലൈവ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ വാട്സാപ്പ് ലിങ്ക് വഴി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ലൈവ് ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റ് വഴിയുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലഭ്യമാവുകയും ചെയ്യും.